യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്തൊരു നഗരം. 100 വർഷങ്ങൾ പഴക്കമുള്ള കല്ലുകെട്ടിടങ്ങളും ഇടുങ്ങിയ വഴികളും ചരിത്രവും രഹസ്യങ്ങളും നിറഞ്ഞ നഗരം എഡിൻബറോ. ഇന്ന് നമ്മൾ മനോഹരമായ നഗരത്തിലൂടെ ഒരു യാത്ര പോകാൻ പോകുന്നു. വീടുകൾക്ക് മുകളിലെ കല്ലുകെട്ടിടങ്ങൾ, പഴയ ലൈറ്റുകൾ, നഗരത്തിലെ മനോഹരമായ കാഴ്ചകൾ. എഡിൻബറോയിൽ ഇറങ്ങുമ്പോൾ തന്നെ പഴയ കാലത്തിൻ്റെ സ്പർശം അനുഭവപ്പെടുന്നു. ഓരോ കോണിലും ഒരു കഥ, ഓരോ പാതയിലും ചരിത്രത്തിൻ്റെ ശ്വാസം. നഗരത്തിന് മുകളിൽ അഭിമാനത്തോടെ നിൽക്കുന്ന കാസിൽ. 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ നഗരം റാണിമാർക്കും രാജാക്കന്മാർക്കും വേണ്ടി ഒരു ശാസ്ത്ര സാധന കേന്ദ്രമായിരുന്നു. ഇപ്പോഴും ഈ കോട്ട നിശബ്ദമായി നഗരത്തിലെ ഓരോ കഥയും സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. കെട്ടിടങ്ങൾക്കിടയിൽ ഇടുങ്ങിയ വഴികളിലൂടെ നടന്നാൽ ഓരോ വഴിയിലും സംഗീതവും ജീവിതവും നിറഞ്ഞ അനുഭവങ്ങൾ കാണാൻ കഴിയും. എഡിൻബറോയുടെ ഹൃദയമാണ് ഈ പഴയ കെട്ടിടങ്ങൾ. ചില വഴികൾ ചെറിയ ഗാർഡനുകളും ഒളിഞ്ഞിരിക്കുന്ന പാസേജുകളും കണ്ടാൽ നഗരത്തിൻ്റെ രഹസ്യമുഖം നമുക്ക് കാണാൻ കഴിയും. എഡിൻബറോയുടെ ചരിത്രം വെറും മനോഹാരിതയല്ല, അതിനൊപ്പം ഇതിൻ്റെ രഹസ്യങ്ങളും നിഗൂഢതകളും നിറഞ്ഞതാണ്. പഴയ ഹാളുകൾ, ഭൂതപ്രേത കഥകൾ, ഇവിടുത്തെ ഒളിഞ്ഞ കെട്ടിടങ്ങൾ. രാത്രിയിൽ ഈ നഗരത്തിലൂടെ നടന്നാൽ ഓരോ കോണുകളിലും ഒരു പഴയ കഥ നമ്മുടെ മനസ്സിലേക്ക് വിസ്പർ ചെയ്യുന്ന പോലെ തോന്നും. എഡിൻബറോ ഒരു നഗരമല്ല, ഒരു അനുഭവമാണ്. ചരിത്രം, പ്രകൃതി, സംസ്കാരം, രഹസ്യങ്ങൾ, സൗന്ദര്യം എല്ലാം ഒരുമിച്ചുള്ള ഒരു അനുഭവം. സ്കോട്ട്ലാൻഡിലെ ഫാൽക്രിക്കിൽ 2013 നിർമ്മിച്ച 30 മീറ്റർ ഉയരമുള്ള ഇരുമ്പ് ശില്പങ്ങളാണ് ഈ കെൽപ്പീസ് എന്ന് പറയുന്നത്. കുതിരകളുടെ ശക്തിയും ആത്മീയതയും പ്രതിനിധീകരിക്കുന്നതാണ് ഈ ശില്പങ്ങൾ. ഒരുപാട് കെട്ടുകഥകളും ഇതിനെക്കുറിച്ചുണ്ട്. ഇതിന് രൂപം മാറാൻ കഴിയുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നഗരം വിട്ട് ഞങ്ങൾ സ്കോട്ടിഷ് ഹൈലാൻഡ്സിലൂടെ യാത്ര തുടങ്ങി. വഴിയിലൂടെ കാണുന്ന മലകളും പച്ചപ്പും വളരെ മനോഹരമാണ്. റോഡിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ചുറ്റും കാണുന്ന പ്രകൃതി നമ്മളെ മുഴുവനായും ആകർഷിച്ചു. അടുത്തതായി ഞങ്ങൾ എത്തിയത് ലോക പ്രശസ്തമായ ലോക്ക്നെസ് തടാകത്തിലേക്കാണ്. ഈ തടാകത്തിൽ ഒരു വലിയ മോൺസ്റ്റർ ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ മോൻ പറയുന്നത്. സ്കോട്ട്ലാൻഡിൻ്റെ ഹൈലാൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകൃതിയുടെ അത്ഭുതങ്ങളാണ്. പർവ്വതങ്ങൾ, നീല നദികൾ, മനോഹരമായ തടാകങ്ങൾ, മേഘങ്ങൾ, മുകളിൽ തൊട്ട് നിൽക്കുന്ന വീഥികളിലൂടെ വീഴുന്ന വെളിച്ചം. ഇവിടെ കാലം അല്പം വ്യത്യസ്തമാണ്. കാറ്റിൻ്റെ ശബ്ദം, പക്ഷികളുടെ കൂട്ടം, ആകർഷകമായ അന്തരീക്ഷം ഒരുപാട് നമ്മെ ആഴത്തിൽ ആകർഷിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ റോഡ് യാത്ര, അതാണ് NC500. ഹൈലാൻഡ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു സ്വപ്ന മാർഗമാണ്. എത്രയും ദൂരെ നീളുന്ന സുന്ദരമായ പാതകൾ, ഒപ്പം പരിസരത്തുള്ള ഗ്രാമങ്ങളിലെ പഴയ ചരിത്രം, പ്രാചീന കോട്ടകൾ, പ്രകൃതി സൗന്ദര്യം എന്നിവയെല്ലാം നമ്മെ ഒരു കാലത്തിലേക്ക് യാത്ര കൊണ്ടുപോകുന്നു. NC500 മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു വിസ്മയകരമായ ദൃശ്യത്തിനൊപ്പം ഒരു അത്ഭുത ലാൻഡ്മാർക്ക് കാണാം. ദി 3 സിസ്റ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന പർവ്വതങ്ങളുടേതായ 3 വലിയ പർവ്വതങ്ങൾ. ഇവയുടെ രൂപരേഖ കാറ്റിലും മേഘങ്ങളിലും മറഞ്ഞു നിന്നാൽ പോലും മനോഹരമായ കാഴ്ച നൽകുന്നു. പ്രകൃതിയുടെ സൗന്ദര്യം നമ്മുടെ ഹൃദയത്തിൽ ഒരു കാലത്തെ നിറച്ചു വയ്ക്കുന്നു. മലകളുടെ മൂടൽ മേഘങ്ങൾ എല്ലാം നമ്മെ ഒരു കഥ പറയുന്ന വായനശാലയിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ സ്കോട്ട്ലാൻഡിൻ്റെ ഹൈലാൻഡ്സ്, NC500 വഴി നടത്തുന്ന യാത്ര, 3 സിസ്റ്റേഴ്സ് കാണുന്ന അനുഭവം എല്ലാം ഒരു സ്മൃതിയിലേക്ക് മാറുന്നു. പ്രകൃതിയുടെ ആഹ്ലാദവും മനുഷ്യജീവിതത്തിൻ്റെ ലളിതവും ഒരുപോലെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു യാത്ര. ഓരോ കാഴ്ചയോടും നമ്മെ പ്രകൃതിയുടെ പ്രഹേളികയിലേക്ക് നയിക്കുന്നു. ഞങ്ങളുടെ ഈ സ്കോട്ട്ലാൻഡ് യാത്ര അവസാനിക്കുമ്പോൾ മനസ്സിപ്പോഴും ആ മലകളുടെ ഇടയിൽ തന്നെയാണെന്ന് തോന്നും. കാറ്റിലൊഴുകുന്ന മലനിരകൾ, മഞ്ഞുമൂടിയ താഴ്വരകൾ. ഇതൊരു സാധാരണ റോഡ് ട്രിപ്പല്ല, പ്രകൃതിയോട് സംസാരിക്കുന്ന ഒരു യാത്രയാണ്. ഓരോന്നും ഓരോ പുതിയ കാഴ്ചയാണ്. അവസാനത്തിൽ നമ്മൾ തിരിച്ചറിയുന്നതൊരു കാര്യമാണ്: ഈ യാത്ര അവസാനിച്ചാലും അതിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എന്നും തുടരും. അതാണ് സ്കോട്ട്ലാൻഡിൻ്റെ മായാജാലം. അടുത്ത യാത്ര വരെ ഈ സൗന്ദര്യം മനസ്സിൽ സൂക്ഷിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.